വലിയ ഒരു തട്ടിപ്പ് നാടകമാണിത്. അതായത് തനുജയുടെ രക്ഷക എന്ന് പറഞ്ഞ് അവതരിച്ചിട്ട് അവരുടെ മൈൻഡിലുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയൊരു ബിസിനസ് മൈൻഡാണ് അവർക്ക്. മനസ്സിലായോ? തെരത്തള്ളയുടെ മാസ്റ്റർ പ്ലാൻ അല്ല ഈ സുനിതയും ഇപ്പൊ ഈ തനുജയുടെ കൂടെ ഉള്ള അവരും കൂടെ ചേർന്നിട്ടുള്ള വലിയ മാസ്റ്റർ പ്ലാൻ ആണിത്. എന്താണെന്നറിയോ ഞാനൊന്ന് പറയട്ടെ. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ അവര് 10,000 പീസ് ഒരു മാസം സെയില് നടക്കും. അല്ലെങ്കിൽ അവര് ഇടുന്ന ഒരു ഡിസൈൻ ഒരു സെയിലില് 10,000 പീസ് പോയി കഴിഞ്ഞാൽ 200 രൂപ വെച്ച് ആ സ്ത്രീക്ക് കൊടുക്കാന്ന്, ഈ തനുജയ്ക്ക് കൊടുക്കാന്ന്. ഈ ഒരു പീസിന്റെ പുറത്താണ് 200 രൂപയെന്ന് അവർ പറഞ്ഞതാണ്, നമുക്കറിയാവും. നിങ്ങളുടെ അടുത്ത് കാൽക്കുലേറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എടുത്ത് ആ കണക്കൊന്ന് കൂട്ടി നോക്കൂ. 10,000 × 200 എന്ന് പറയുമ്പം എത്ര വരുന്നുണ്ടെന്ന്? കുറച്ച് പൂജ്യങ്ങളൊക്കെ കൂടുതൽ വരും. ചിലർക്ക് വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. 10,000 × 200 എത്രയായി? 20 ലക്ഷം രൂപയായി അല്ലെ? ഇവര് കൊണ്ടുവന്ന തുണി 1,200 രൂപയുടെ തുണിയാണ്. ഈ 1,200 രൂപയുടെ തുണി വിൽക്കുമ്പോൾ ഇവർക്ക് 200 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ സ്ത്രീക്ക് 200 രൂപ കിട്ടണം അല്ലെ? അപ്പൊ 400 രൂപ ഒരു പീസിന്റെ പുറത്ത് ലാഭം അല്ലെ? അതായത് 1,200 രൂപയുടെ പീസ് 10,000 എണ്ണം സെയില് നടക്കുമ്പോ, ഞാനൊരു ബിസിനസ്സുകാരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത്. 1,200 × 10,000 ആകുമ്പോ എത്ര പൂജ്യമായി അതിനകത്ത്? ഒന്ന് നോക്കി ആ എമൗണ്ട് എത്ര വലിയൊരു തുകയായിന്ന്. 1,20,00,000 രൂപ അല്ലേ? 1,20,00,000 രൂപ. അതായത് ഇവർ പറയുമ്പോ വന്നിരുന്നിട്ട് 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 10,000 പേര് 1,200 രൂപ വെച്ച് മേടിക്കുമ്പോൾ 1,20,00,000 രൂപ ടേൺ ഓവർ. അതില് 200 രൂപ വീതം അവർക്ക് പ്രോഫിറ്റ്. 40 ലക്ഷം രൂപയുടെ സെയില്. അപ്പോ 1 ലക്ഷമോ 2 ലക്ഷമോ ഈ സ്ത്രീക്ക് ചെലവാക്കി കൊടുത്തിട്ട് നന്മമരം കളിച്ചിട്ട് ജോലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പല്ലേ ഇത്? അതായത് ഇവരെ കൊണ്ട് കരഞ്ഞു കാണിക്കുകയും ഇപ്പൊ തെരത്തള്ളെ വിളിച്ചതും. ജിനു ഒരു സെക്കൻഡ്. അതെ ആ ബിസിനസ് നടക്കാൻ വേണ്ടി, അതായത് തനുജയുടെയും കൊച്ചിന്റെയും കരച്ചിലും പിഴിച്ചിലും കാണിച്ച് അനുകമ്പ ഉണ്ടാക്കി, സഹതാപം ഉണ്ടാക്കി, ഈ കാണുന്ന ആളുകൾ അത്രയും അയ്യോ കഷ്ടം, ഒരു പീസ് മേടിക്കാം 1,200 രൂപയല്ലേ പോട്ടെ എന്ന് എന്നെ പോലുള്ള ഓരോരുത്തരും വെക്കും. ബിസിനസ് സ്ട്രാറ്റജി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ബുദ്ധി. ശരിയാണോ അല്ലയോ? വീഡിയോ ഇടാൻ നിർബന്ധിക്കുന്നത് ഇപ്പോൾ സുനിതയാണ് അല്ലേ? എനിക്കറിയില്ല. പക്ഷെ ഈ നന്മമരം കളിക്കുന്ന അവരുടെ ഇതിന്റെ പിന്നിലുള്ള ബിസിനസ് ബുദ്ധി. അതല്ലാതെ ആരെങ്കിലും 1.5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 15,000 രൂപയുടെ വാടക വീടും ഒക്കെ എടുത്തു കൊടുത്താൽ 15,000 രൂപയുടെ വാടക വീടിന് എന്തായാലും 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം അല്ലേ? പോട്ടെ 50,000 കൊടുക്കണോ? പിന്നെ ഫർണിച്ചർ മേടിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു, വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കുന്നു, സർവ്വ ചെലവും അവർ നോക്കുന്നു എന്ന് പറയുന്നു അല്ലേ? പിന്നെ എന്തുകൊണ്ട് ബിസിനസ് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ സെയില് നടത്തുന്നത്, ഞാൻ ഒരു പീസ് വിൽക്കുമ്പോൾ അങ്ങേയറ്റം മാക്സിമം 50 രൂപ 60 രൂപയാണ് ഞാൻ ഒരു പീസ്, അതും ഓൺലൈനിൽ വിൽക്കുമ്പോൾ അത്രേ എടുക്കാവൂ. ഈ മേടിക്കുന്ന ആളുകൾ പൊട്ടരാണോ? കൊള്ള ലാഭം ഇട്ടാൽ ഏതെങ്കിലും മനുഷ്യർ ആ സാധനം വാങ്ങിക്കൂ? ഒരു സാധനം കാണുന്നു, അതിനൊരു വില ഇട്ടേക്കുന്നു. നമ്മളെല്ലാം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? അത് നോക്കുമ്പോൾ നമുക്ക് തോന്നണം അതിനൊരു മതിപ്പ് വില അത്രയും വില ഉണ്ടെന്ന്. അതല്ലാത്തവര്, കൊടുക്കാൻ മനസ്സിലാത്തവര് മേടിക്കത്തില്ല. അതായത് തട്ടിപ്പ്. ഇത് ഞാൻ തെളിയിക്കും. ഇത് തെളിയിക്കുന്നത് ഇവരുടെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഗണിച്ചു വന്ന് പറഞ്ഞതല്ല. തട്ടിപ്പാണെന്ന് മുംതാസ് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ